പ്രേതബാധ പ്രേതബാധ എന്ന് പറയുന്നൊരു സംഭവം ശരിയാണോ ഇല്ലയോ എന്ന് വെച്ചാൽ അറിയില്ല. പക്ഷേ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് കൺസൾട്ടേഷന് പോകുന്ന സമയത്ത് പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറയും നിങ്ങളുടെ കൂടെ ഒരാളുണ്ട്. അപ്പോൾ ഈവൻ എൻ്റെ കൂടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൂടെ ഒരു മാറാലയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ ചിരിയായിരുന്നു. ഞാൻ ആണോ തിരുമേനി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഈ പ്രേതബാധ എന്ന സംഭവം ഉണ്ടോ? അതിനെ സംബന്ധിച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിൽ ജനിച്ച എല്ലാ ആൾക്കാരും മരിക്കും. അതെ, സംശയം. ആരും ചിരഞ്ജീവികളൊന്നുമല്ല. അതെ, എല്ലാവരും മരിച്ചേ പറ്റും. ഒരു ദിവസം മരിക്കും. ജാതകത്തിലും മരിക്കുന്ന സമയം പറഞ്ഞിട്ടുണ്ടാവും. മരിക്കുന്നതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റുകളുണ്ടാവില്ല. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ മരണമാണ് എല്ലാവർക്കും. അതെ. വാർദ്ധക്യമായിട്ട് ഒരാൾ വയസ്സായി രോഗാവസ്ഥയിലായി മരിച്ചു. ഒരു അസ്വാഭാവികതയൊന്നുമില്ല. സ്വാഭാവികമായിട്ടും മരിക്കും. ചില ആൾക്കാർ അതേസമയം അങ്ങനെയല്ല, ഇടയ്ക്ക് വെച്ച് മരിക്കും. മരിക്കേണ്ട സമയമാവാതെ മരിക്കും അല്ലേ? അപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാർ മരിക്കും. ഈ ആര് മരിച്ചാലും അവരെല്ലാം പിതൃലോകത്തെത്തണം. കുറേ ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്തെങ്കിലും നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെല്ലാവരും മരിച്ചാൽ നമ്മൾ പിതൃലോകത്തെത്തണം. ആത്മാവ് പിതൃലോകത്തെത്തണം. നമ്മുടെ എല്ലാ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ വീണ്ടും ജനിക്കും. അതിനു മുമ്പ് പിതൃലോകത്തെത്തി പിതൃലോകത്ത് നമ്മൾ എത്തിച്ചേരണം എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഈ പിതൃലോകത്ത് എങ്ങനെ എത്തും? നമ്മൾ ചെയ്ത സൽപ്രവൃത്തികളാണ് നമ്മുടെ ഫ്യൂവൽ. നമ്മുടെ ഇന്ധനം എന്ന് പറയുന്നത് പിതൃലോകത്തെത്താനുള്ള നമ്മുടെ ഇന്ധനം നമ്മുടെ സൽപ്രവൃത്തികളാണ്. നമ്മൾ ചെയ്ത സൽപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ നമ്മളവിടെ മരിച്ചു കഴിഞ്ഞാൽ നോർമലി എത്തും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്യണം? അവരുടെ തലമുറക്കാർ, മരിച്ചുപോയ ആളുടെ ബാക്കി ശേഷിച്ച ആൾക്കാർ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അവർ ബാക്കി അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ലോകത്ത് എത്തണം. അപ്പോൾ മരിച്ചുപോയ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവർ 16 ദിവസം ശരീരങ്ങളിൽ തന്നെ നിൽക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടതിനൊക്കെ 41 ദിവസം വീടുമായിട്ട് ബന്ധപ്പെട്ട് വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ 1 വർഷം ഉറക്കത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലയളവിലൂടെയാണ് ഇത്. അതാണ് 1 വർഷം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ സബിണ്ണിയൊക്കെ നടത്തുകയെന്ന് പറയുള്ളൂ. പല ആചരണങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ ആത്മാവിനെ മോക്ഷപ്രാപ്തി കൊടുത്തു. അതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കോൺട്രവേഴ്സ്യൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആകെ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള കാര്യം, ആളെ പിതൃലോകത്ത് എത്തിച്ച് സ്വസ്ഥനാക്കുക. അപ്പോൾ ഈ മരിച്ചുപോയ ആത്മാക്കൾ പിതൃലോകത്തെത്തി അവർ വീണ്ടും ജന്മം എടുത്ത് വരും എന്നാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിന് ഈ അവരവരുടെ കർമ്മഫലങ്ങൾ തന്നെയാണ് നമുക്ക് ആവശ്യത്തിലുള്ള ഫ്യൂവൽ അനുസരിച്ച് അനച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഇല്ല, അവർക്ക് അതിനുള്ളത് ഇല്ലാണ്ട് വരുമ്പോൾ ഈ മരിച്ചുപോയ ആത്മാക്കൾ, അതായത് സമയം എത്തി മരിച്ചവരും സമയം എത്താതെ മരിച്ചവരുണ്ട്. അപ്പോൾ ധാരാളം പേര് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അല്ലേ? നമുക്കറിയാം. അവർ അപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു നിമിഷ നേരത്തെ ചിന്ത കൊണ്ട് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതാണ്. ചിലർ പ്രായമാവണേക്കും പിന്നെ രോഗം ബാധിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായി അവർ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള ആത്മാക്കളൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ പിതൃലോകത്തെത്തില്ല. എത്താതെ കിടക്കുന്നവർ ഭൂമിയിൽ തങ്ങിയേക്കും. അത് ചില ആത്മാക്കൾ ശരീരം തേടി ഇങ്ങനെ ഏതെങ്കിലും ഒരു ശരീരത്തിൽ, ഇപ്പം നേരത്തെ അങ്ങ് പറഞ്ഞില്ലേ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ആ ശരീരത്തിൽ കയറി എവിടെയെങ്കിലും ഒരു ശരീരത്തിൽ പ്രവേശനം നടത്താൻ സാധിക്കും. ചില പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ യോനിയുടെ ഉള്ളിൽ കയറുന്നു പറയും, ഇങ്ങനെ മറ്റേത് ശരീരത്തിൽ കയറുന്നു പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല കൺസെപ്റ്റുകളും ഇതിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് പ്രേതബാധ എന്ന് എപ്പോഴും പറയുന്നത്. അതിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ ആത്മാക്കളുടെ ഉണ്ടാവാം. അവർക്ക് വേണ്ടവണ്ണം പിതൃതർപ്പണം, പിതൃകർമ്മങ്ങൾ, വാർഷികമായിട്ടുള്ള ബലി ഇതൊക്കെ കിട്ടാണ്ട് വരുമ്പോഴുള്ള അവർ നേരത്തെ പറഞ്ഞ പോലെയാണ് ഒരു എനർജി തന്നെ നെഗറ്റീവായി മാറും. അവർക്ക് വേറെ രണ്ടാമത് ജന്മം കൊടുക്കാൻ പറ്റുന്നില്ല, അവർ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല, അവരെങ്ങ് എത്തിച്ചേരുന്നില്ല. അപ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അവരെ ബന്ധത്തിലുള്ള ആളുകളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട്. മറ്റൊന്ന് വെച്ചാൽ അന്യപ്രേതങ്ങളാണ്. മരിച്ചു പോയിട്ടുള്ള വണ്ടി ഇടിച്ച് മരിച്ചു, തൊട്ടടുത്ത വീട്ടിൽ മരിച്ചു, പ്രേതമായി മാറി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അവരൊക്കെ ഒന്നും വേറെ എങ്കിലും. അപ്പോൾ അവർ ശരീരം തേടി ഇങ്ങനെയുള്ള പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ശരീരത്തിൽ. ഇതിനെയൊക്കെയാണ് ഈ പ്രേതബാധ എന്നുള്ള നിലയിൽ ആളുകൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രേതാത്മാക്കൾക്ക് വേണ്ടവണ്ണം സായുജ്യം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പിതൃലോകത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർ സ്വസ്ഥരാകും. അങ്ങനെയുള്ള സ്പിരിറ്റുകളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഇല്ലാണ്ടിരിക്കാനാണ് നമുക്ക് സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള ജീവിതത്തിന് എപ്പോഴും നല്ലത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ഇപ്പം നമ്മളെ മറ്റൊരിടത്ത് തിരിച്ച് നമുക്കൊരു നമ്മുടെ കുടുംബത്തിലെ മരിച്ചുപോയ ആത്മാക്കളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അതായത് അവർ നമ്മളെ വളർത്തി ഭക്ഷണം തന്നു, നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്തു. കുറേയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ മരിച്ചു കഴിയുമ്പോൾ അവർ വയസ്സായ കാലം തൊട്ടിപ്പോൾ ആരും നോക്കുന്നില്ല. അവർ ഒരു അനാഥ മന്ദിരത്തിലും ഓൾഡ് ഏജ് ഹോമിലും ഒക്കെ താമസിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.
അപ്പം അതിൻ്റെ അങ്ങനെയുള്ള ആൾക്കാരുടെ മരണം ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ ആത്മാവിന് സായുജ്യം കൊടുക്കുക, സ്വസ്ഥത കൊടുക്കുക, ശാന്തി കൊടുക്കുക എന്നുള്ളതൊക്കെ മക്കളുടെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ബന്ധുജനങ്ങളുടെയൊക്കെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പം അത് ചെയ്യാതെ വരുമ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും നെഗറ്റീവായിട്ട് നമുക്ക് മാറുകയും അത് നമുക്ക് ഉപദ്രവസ്ഥാനത്തായിട്ട് മാറി. കണ്ടമാനം ആൾക്കാരിങ്ങനെ ഈ സമയമാവാതെ മരിച്ചു. അതെ, അവർക്ക് കുറച്ചും കൂടിയൊക്കെ ജീവിക്കാൻ സമയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവർക്കെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയും വേണ്ടി എൻ്റെ അത്ര അങ്ങനെയുള്ള ആത്മാക്കൾ ഭൂമിയിൽ തങ്ങി നിൽക്കുകയും അവർ ചിലപ്പോൾ അവർക്കൊന്നും ആരും ഒരു ശേഷക്രിയകളോ അല്ലെങ്കിൽ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ട് വരുമ്പോൾ അവർ ഭൂമിയിൽ ആരെയായിട്ടാണോ ഏറ്റവും അടുത്ത ഇത് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് അവരുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തും. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഈ ഇതിൽ പറയുന്നത് പൊതുവെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള പ്രേതാത്മാക്കളെ കൊണ്ടുള്ള ഉപദ്രവം ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് വലിയ കാര്യം. അത് ഭയങ്കര വലിയ കർമ്മങ്ങളൊന്നുമല്ല. അതിന് എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പണം മുടക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അത് പരിഹരിക്കാനുള്ള നിരവധി വഴികളുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിനെക്കുറിച്ച് ആശങ്കപ്പെടാനൊന്നുമില്ല. അല്ല, ഈ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല തിരുമേനി ഉൾപ്പെടെ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ പല മെഡിക്കൽ കോളേജിൻ്റെ ഭാഗങ്ങളിൽ പോകുമ്പോൾ മോർച്ചറിയുടെ സൈഡിൽ രാത്രി വിളികൾ കേൾക്കാമെന്ന് പറയുന്നുണ്ട്. അത് വളരെ അവിടുത്തെ നാട്ടുകാർക്കുള്ളൊരു എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ ഈ പലരുടെയും ദേഹത്ത് ഈ പ്രേതബാധ കയറുമെന്ന് പറയുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ ഈ മോർച്ചറിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരൻ രാത്രി ഫുള്ള് നിൽക്കുന്നതല്ലേ, പിന്നെ അതിൻ്റെ പരിസരമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഈ വിളി കേൾക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ? എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ സെക്യൂരിറ്റിയുടെ ബാധ്യത കയറിക്കൂടാ? ഇല്ല, ഇതിൽ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ വിൽ പവറൊക്കെ ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. വിൽ പവർ, ദൈവാധീനം, അങ്ങനെയുള്ളതൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ ഉപദ്രവമൊന്നും ബാധിക്കില്ല. ഇപ്പോൾ ഒരു കാര്യം തന്നെ എല്ലാവരിലും ഒരുപോലെ അല്ല എഫക്റ്റ് ചെയ്യുക. ഒരു കാര്യം ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ധർമ്മദൈവത്തിൻ്റെ അപ്രീതിയുണ്ട് ഒരു കുടുംബത്തിനെന്ന് വിചാരിക്കും. അവർ ധർമ്മദൈവത്തിനെ കുറിച്ച് അവർക്കറിയില്ല, കുടുംബ പരദേവതയെക്കുറിച്ച് അറിയില്ല. ആ പരദേവതയെക്കുറിച്ചുള്ള അറിവില്ലാതെ ഇരുന്ന കുടുംബത്തിൽ പല ദോഷങ്ങൾ വരുന്നു, പല പ്രശ്നങ്ങളുണ്ടാവുന്നു, പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുന്നു. അപ്പോൾ അതിൽ ഒരാൾ നല്ല ജപവും ധ്യാനവും അതുപോലെ തന്നെ ഉപദേശമൊക്കെ കിട്ടി കഴിവുള്ള അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അയാൾ ഇതൊന്നും എഫക്റ്റ് ചെയ്യില്ല. സ്വാഭാവികമാണ്. അയാൾ സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമുള്ള ആളാണ്. അയാളെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യില്ല, അയാൾക്കതൊന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഗുരുവിന് ഉപദേശം കൊടുക്കും അയാൾക്ക്, അതിൻ്റെ കാര്യമായിട്ട് അത് പരിഹരിക്കപ്പെടണം. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് അങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് നമുക്ക് നല്ല വിൽ പവർ, സ്വയമേവ വിൽ പവർ ഉണ്ടെങ്കിൽ, വിൽ പവറാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സാണ് എല്ലാത്തിനെ, മനസ്സാണ് നമുക്ക് ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടെന്നുള്ള തോന്നലുണ്ടാക്കിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊന്നും ഉള്ളതല്ല, ഇതൊക്കെ നമ്മൾ തോന്നലുകളാണ്. നമ്മളിതിൽ പറയണ പോലെ ബ്രഹ്മസത്യം, ജഗത്ത് മിഥ്യയാണ്. അപ്പം മനസ്സാണ് ഇതിനെല്ലാം രൂപപ്പെടുത്തിയെടുക്കുകയും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയും ഇതൊക്കെ ഉണ്ടെന്നുള്ള തോന്നലുണ്ടാക്കിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യണം. അപ്പം അതുകൊണ്ട് മനസ്സ് കൺട്രോളിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം, മനസ്സ് നിയന്ത്രണത്തിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് മനസ്സിന് കരുത്ത് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അതിൻ്റെ ഭാഗമാണ് ഉപാസനകളും സാധനകളും മറ്റ് ജപങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെയുള്ളവർക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും, എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ പൂജയിലൂടെയൊക്കെ ചെയ്യുന്ന അതാണ്. ഇപ്പോൾ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആത്മാവിനെ ഒരു ബിംബത്തിലേക്ക് ആവാഹിച്ചിരുത്തി അവിടെ ഈ സൽക്കർമ്മങ്ങൾ ചെയ്ത് പൂജാതി ഹോമാദി കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ സംവാദം അതിലേക്ക് വീഴ്ത്തിച്ച് അതിലൂടെയാണ് മോക്ഷം കൊടുക്കുന്നത്. സ്വയം മോക്ഷം കിട്ടില്ല, അതിനുള്ള എനർജി നമ്മൾ പകർന്നു കൊടുക്കും. ആ പകർന്നു കൊടുത്ത എനർജിയിലൂടെയാണ് അവർ ഈ അവരുടെ പ്രാരബ്ധ കർമ്മങ്ങൾ മുഴുവൻ അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് മോചിതരായിട്ട് ഇങ്ങനെയുള്ള ലോകങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഓക്കെ, ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതുപോലെ പ്രേതബാധയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലി 2 പേരുടെ ശരീരത്തിലുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു തേങ്ങ 2 ദിവസം വീട്ടിൽ വെച്ചിട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ഒരു ജ്യോതിഷൻ പറഞ്ഞു. ഇദ്ദേഹം അതുപോലെ ഫോളോ ചെയ്തു, തേങ്ങ കൊണ്ടു കൊടുത്തു. എന്തോ കർമ്മങ്ങൾ ചെയ്തു മാറി എന്ന് പറയുന്നു. ഈ തേങ്ങ എന്തുകൊണ്ടാണ് ഈ തേങ്ങ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കർമ്മങ്ങൾ മാറുന്നത്? ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തു. അല്ല, ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രേതബാധ ആയിക്കോട്ടെ, ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സർപ്പബാധ ആയിക്കോട്ടെ, ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റു തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ഇട്ട് അതിനെയൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള സിസ്റ്റമാണ് അതിനെ ആവാഹിച്ചെടുക്കുക എന്ന് പറയും. ഓക്കെ, ബിംബങ്ങളിലേക്കാവാം അല്ലെങ്കിൽ ഇതിലേക്കാവാം ആവാഹിച്ച് അതിനെ ഉദാഹരണം പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ 2 ആളുകളുടെ ഇതിൽ ഒരു പ്രേതാത്മാവിൻ്റെ ഉപദ്രവണം ഉണ്ടെങ്കിൽ ആ പ്രേതാത്മാവിനെ ഒരു ബിംബത്തിലേക്ക് ആവാഹിച്ച് അതിനെ
എന്തിലെങ്കിലും മെയിൻ സോഴ്സിൽ ലയിപ്പിക്കും, അല്ലെങ്കിൽ അതിന് മോക്ഷം കൊടുക്കും. ഓക്കെ. അങ്ങനെ ചെയ്യാൻ സിസ്റ്റം ഉണ്ട്. അപ്പം ഇങ്ങനൊരു ടോപ്പിക്ക് പ്രേതബാധ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുതലായിട്ട് എന്താ പറയുക അറിയാൻ ആഗ്രഹിക്കുകയും വളരെ സംശയ നിവാരണമുള്ള ടോപ്പിക്കിനെ കുറിച്ച് താങ്കൾ വളരെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. സന്തോഷം, നന്ദി.